ഒരു വാട്ടയിട്ട് കണ്ടാലോ? ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ദോശയും ചമ്മന്തിയും ഒന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബത്തക്കയാണ് കേട്ടോ ഞാൻ രാവിലെ കഴിച്ചത്. അതിനുശേഷം ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈ ഒരു കല്യാണ ബിരിയാണി കണക്കുള്ള ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. കണ്ടോ, ഈ ഒരു ചിക്കൻ ആ ഒരു ബിരിയാണിയിലെ ചിക്കനാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ സംഭവം അടിപൊളിയാണെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഒരു ഫലൂദ കഴിച്ചിട്ടുണ്ടായിരുന്നു. റോയൽ ഫലൂദ നോർമൽ അല്ല കേട്ടോ, കാരണം ഇതിലുള്ള നട്ട്സൊക്കെ ഞാൻ എക്സ്ട്രാ പറഞ്ഞ് ഇടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇന്ന് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം കഴിച്ചു. ഇതെന്താണെന്ന് പേരൊക്കെ എക്സാക്റ്റ് അറിയില്ല. നമ്മുടെ മുത്താരിയും അതുപോലെ തന്നെ ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പായസം, അത് കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ കൊണ്ടുകൊടുക്കുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം ഈ ഒരു പൊങ്ങാണ് കേട്ടോ കഴിച്ചത്, തേങ്ങയുടെ ഉള്ളിലുള്ള പൊങ്ങ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പൊങ്ങ് തന്നെയല്ലേ പറയുക, ആ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ കുടിച്ചു കേട്ടോ. ചായക്ക് കിഴങ്ങുണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ചാറും കൊണ്ടാട്ട മുളകും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. എങ്കിലും ഞാൻ 8 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ചോറും കൂടെ കഴിച്ചു കേട്ടോ. കാരണം ഞാൻ നോർമലി ചോറങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല. ചോറും പരിപ്പ് കറിയും അതുപോലെ തന്നെ സോയാബീൻ വറുത്തതും കൊണ്ടാട്ടവും ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. താങ്ക് യു.